ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടു. മണ്ണൂത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച. ഒഴിവായത് വൻ ദുരന്തം. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ഫയർഫോഴ്സ്. പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന പൂർണ്ണമായും ഡിജിറ്റൽ ഇടപാട് വഴിയാക്കാൻ സമയം നീട്ടി നൽകി ബെവ്കോ. സമയം നീട്ടി നൽകിയത് 1 മാസത്തേക്ക് കൂടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. തെക്കവാര്യം കുടുംബാംഗം സതീശൻ നമ്പൂതിരിപ്പാടാണ് ഹർജിക്കാരൻ. കഴകം നിയമനം പാരമ്പര്യാവകാശമാണോ, കഴകം ജോലി ആചാരപരമായ പ്രവൃത്തിയാണോ എന്നതിൽ ഹൈക്കോടതി തീരുമാനമെടുത്തിരുന്നില്ല. ഇത് സിവിൽ കോടതിയിൽ ഉന്നയിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ചേത്ര സ്വദേശി അനുരാഗിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. തെക്കേവാര്യം കുടുംബാംഗം സതീശൻ നമ്പൂതിരിപ്പാടാണ് ഹർജിക്കാരൻ. അഭിഭാഷകൻ ശ്യാം മോഹനാണ് ഹർജി സമർപ്പിച്ചത്. മീഡിയ ടൈം ഇരിങ്ങാലക്കുട. തൃശൂർ മണ്ണൂത്തി ഉല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച. ഒഴിവായത് വൻ ദുരന്തം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് നിർവീര്യമാക്കി. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ഫയർഫോഴ്സ് കണ്ടെത്തി. ഇന്ന് രാവിലെ 8:45ഓടെയായിരുന്നു സംഭവം. അമോണിയം പൈപ്പിന്റെ വാൽവിനുണ്ടായ തകരാറാണ് ചോർച്ചയ്ക്കിടയാക്കിയത്. സംഭവ സമയം ക്ലീനിംഗ് സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് തൃശൂർ പുതുക്കാട് നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് നിർവീര്യമാക്കി. അപകടകാരിയായ അമോണിയം അലർജിക്കും മരണത്തിനും വരെ സാധ്യത ഏറെയുള്ളതാണ്. 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കറിലാണ് അമോണിയം സംഭരിച്ചിരിക്കുന്നത്. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ ബി വൈശാഖും കോർപ്പറേഷൻ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാറും അഭിപ്രായപ്പെട്ടു. ഫാക്ടറിയിൽ ഓഡിറ്റിംഗ് നടത്താൻ നിർദ്ദേശിക്കുമെന്നും തൃശൂർ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ ബി വൈശാഖ് പറഞ്ഞു. മീഡിയ ടൈം തൃശൂർ. പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന പൂർണ്ണമായും ഡിജിറ്റൽ ഇടപാട് വഴിയാക്കാൻ സമയം നീട്ടി നൽകി ബെവ്കോ. 1 മാസത്തേക്ക് കൂടിയാണ് സമയം നീട്ടി നൽകിയത്. നേരത്തെ ഫെബ്രുവരി 15 മുതലായിരുന്നു ഡിജിറ്റലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന പൂർണ്ണമായും ഡിജിറ്റൽ ഇടപാട് വഴിയാക്കാനാണ് ബെവ്കോ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ഇതോടെ മാർച്ച് 15 മുതലായിരിക്കും ഡിജിറ്റൽ ഇടപാട് സമ്പൂർണ്ണമായും നടപ്പാക്കുക. നേരത്തെ ഫെബ്രുവരി 15 മുതലായിരുന്നു ഡിജിറ്റലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. ആവശ്യമായ നോട്ടീസുകൾ ഉപഭോക്താക്കൾ കാണത്തക്ക വിധം ഷോപ്പുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കറൻസി ഇടപാടുകൾ ഇല്ലാതാകുന്നതോടെ മദ്യവിതരണത്തിനുള്ള സമയം ലാഭിക്കുക, തിരക്ക് കുറയ്ക്കുക, ഇടപാട് രേഖകൾ ഉറപ്പിക്കുക എന്നിവയാണ് ബെവ്കോ ലക്ഷ്യമിടുന്നത്. എന്നാൽ പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നത് ബുദ്ധിമുട്ടുകൾ കൂടുമെന്നും ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമാകുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്. മീഡിയ ടൈം കൊച്ചി. ഓട്ടോയിൽ നിന്ന് കുഞ്ഞ് ഇറങ്ങിയോടിയത് പാഞ്ഞു വരുന്ന ബസ്സിന് മുന്നിലേക്ക്. ഡ്രൈവറുടെ ഇടപെടലിൽ ഒഴിവായത് ദുരന്തം. കുട്ടി ബസ്സിനരികിൽ നിന്നും ഓടിമാറുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തു. വാഹനാപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് കുട്ടി രക്ഷപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ ശ്വാസം നിലച്ചു പോകുന്നതാണ്. കോഴിക്കോട് കൊടിയത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങിയ കുട്ടി പെട്ടെന്ന് റോഡിലേക്ക് ഓടുകയായിരുന്നു. പിന്നാലെ ബസ് വരുന്നത് കുട്ടി കണ്ടിരുന്നില്ല. കുട്ടി ഓടി വരുന്നത് കണ്ട ഉടൻ ഡ്രൈവർ ബസ് വലത്തേക്ക് തിരിച്ചു. ഈ സമയം കുട്ടി ബസ്സിനരികിൽ നിന്ന് ഓടി മാറുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. മീഡിയ ടൈം തൃശൂർ. പുരസ്കാര നിറവിൽ കുഞ്ഞുങ്ങളുടെ ആന ടീച്ചറായ CP ആനി. വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതി 2024-2025 മികച്ച അംഗൻവാടി വർക്കറായി തിരഞ്ഞെടുത്തത് ആളൂർ പഞ്ചായത്തിലെ 16-ാം നമ്പർ അംഗൻവാടി വർക്കറായ CP ആനിയെയാണ്. അടുത്ത വർഷം സേവനത്തിൽ നിന്നും പടിയിറങ്ങാനിരിക്കെയുള്ള അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ആനി ടീച്ചർക്ക് ഈ പുരസ്കാരം. ചാലക്കുടി സ്വദേശിനിയായ ചങ്കൻ വീട്ടിൽ ആനി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നു. 42 വർഷമായി വെള്ളാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന ഈ അംഗൻവാടിയിൽ നിരവധി കുരുന്നുകളാണ് അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ നുകർന്ന് പോയിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ലക്ഷ്യമിട്ട് അംഗൻവാടിയിൽ സ്വന്തമായി ന്യൂട്രി ഗാർഡനും
കുഞ്ഞുങ്ങളുടെ സ്വന്തം ആനി ടീച്ചർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളാഞ്ചിറ നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഈ അവാർഡിന് അർഹത നേടാൻ നമുക്ക് സാധിച്ചത്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളും കൂടെ രക്ഷിതാക്കളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളിൽ നിന്ന് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ സ്വീറ്റ്സ് ആയിട്ടും പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടും പച്ചക്കറികളായിട്ടും നമ്മുടെ അക്ഷയപാത്രത്തിൽ ധാരാളം എത്തിച്ചേരാറുണ്ട്. കൂടാതെ അക്ഷയപാത്രവും പൂന്തോട്ടവും അംഗൻവാടിയിലെ കുരുന്നുകളുടെ രക്ഷിതാക്കൾക്കായി വർണ്ണക്കൂട്ട എന്ന പേരിൽ ഒരു ലൈബ്രറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത വർഷം സേവനത്തിൽ നിന്നും പടിയിറങ്ങാനിരിക്കെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ആനി ടീച്ചർക്ക് ഈ പുരസ്കാരം. മീഡിയ ടൈം, ആളൂർ. വാർത്തകൾ ഒറ്റമുണ്ടത്. മാളപ്പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിനും ദർശന തിരുനാളിനും കൊടിയേറി. ഫാദർ ജോസഫ് ഒടാട്ടുപുറം കൊടിയേറ്റം നിർവഹിച്ചു. നേതൃത്വം നൽകുന്ന വികാരിയച്ഛനെയും തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഫാദർ ബിനു മുക്കത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചൊവ്വാഴ്ചയാണ് ഊട്ടുതിരുനാൾ. മാള അമ്പഴക്കാട് സെൻറ് തോമസ് ഫൊറോന പള്ളിയിലെ മാതാവിൻ്റെ ദർശന തിരുനാളും സെബസ്ത്യാനോസിൻ്റെ അമ്പുതിരുനാളും ശനി ഞായർ തീയതികളിൽ ആഘോഷിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 7-8 തീയതികളിൽ പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ഞങ്ങൾ സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. തിരുനാളിൻ്റെ ഭാഗമായി ഫെബ്രുവരി 4-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് തിരുനാൾ കൊടിയേറ്റം നടത്തും. 6-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ടൗണമ്പുണ്ടായിരിക്കും. 7-ാം തീയതി ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 31 കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഇടവകയിലെ 1200 വീടുകളിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് എഴുന്നള്ളിപ്പുണ്ടായിരിക്കും. ഫെബ്രുവരി 4-ന് തിരുനാൾ കൊടിയേറ്റം നടക്കും. ഫെബ്രുവരി 7 ശനിയാഴ്ചയാണ് അമ്പു തിരുനാൾ. ഞായറാഴ്ച നടക്കുന്ന ദർശന തിരുനാളിലെ കുർബാനയ്ക്ക് ഫാദർ ഷിബു കള്ളാമ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഫാദർ ജോസ് അരീക്കാട്ട്, ഫാദർ റിജോ എടത്തുരുത്തിക്കാരൻ, ജോയ് ഇലഞ്ഞിക്കൽ, ബിജി കണിച്ചായി, തോമസ് നെല്ലിശ്ശേരി, പോൾ തെക്കിനിയത്ത് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പുതിരുനാൾ ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിലായി ആഘോഷിക്കും. ബുധനാഴ്ച വൈകിട്ട് 4:45 തിരുനാളിന് കൊടിയേറ്റം നടക്കും. ഫാദർ ജോസ് മാളിയക്കൽ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വട്ടമഴ. തിങ്കളാഴ്ച ടൗൺ അമ്പ്. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ അമ്പ് എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ പ്രവേശിക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ വർഗീസ് പാത്താടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര, ഫാദർ അഖിൽ, കൈക്കാരന്മാരായ റിജു സെബാസ്റ്റ്യൻ, സുനിൽ ഡേവിസ്, ജനറൽ കൺവീനർ ജോഷി പുത്തിരിക്കൽ എന്നിവർ പങ്കെടുത്തു. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയും കൊടകര ശാന്തി ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അഴകം ശ്രീ ദുർഗാ ഭജന മണ്ഡപത്തിൽ നടത്തിയ ക്യാമ്പിന് ഡോക്ടർ GT വിജീജൻ, ഡോക്ടർ വീണ ER, ഡോക്ടർ പൗർണമി, ഡോക്ടർ ദിയ P ജോയ് എന്നിവർ നേതൃത്വം നൽകി. MSS കൊടുങ്ങല്ലൂർ വേഴവന കൾച്ചറൽ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസ്പർശം ചാരിറ്റി വാർഷിക സംഗമം സംഘടിപ്പിച്ചു. ഷാഹിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. MSS മുൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KK അഷ്റഫ്, KSA സലീം, രാജുല ഷംസു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വാർഡംഗങ്ങളായ ബേബി ബാബു, ഷീലു എന്നിവരെ ആദരിച്ചു. കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റി 78ാമത് പുഴനിലാവിൻ്റെ ഉദ്ഘാടനവും സംസ്ഥാന യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആൽവിൻ ആൻ്റണിക്കുള്ള ആദരവും നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. VM ജോണി അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡൊമിനിക് പിൻഹീറോ, TS സജീവൻ, സൈബി ജോസഫ്, രഞ്ജിത്ത്, ഷാജി വടക്കൻ, ജോഷി ഫെലിക്സ് എന്നിവർ സംസാരിച്ചു. പൂരിക്കുടി ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. കൈതവളപ്പൻ വഞ്ചിവക കൊടിക്കൂറ സമർപ്പണ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിലെത്തി. ദേവിക്ക് കൊടിക്കൂറ സമർപ്പണം നടത്തിയ ശേഷം ക്ഷേത്രം തന്ത്രി സുമാരൻ തന്ത്രി കൊടിയേറ്റ് നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ വൈകിട്ട് തിരുവാതിരക്കളി, ഭക്തിഗാനമഞ്ജരി, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ഉത്സവ ദിവസമായ 8-ന് രാവിലെ ശിവേലി, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, വെടിക്കെട്ട്, ആറാട്ട്, തിരുച്ചെഴുന്നള്ളത്ത് തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട്
മണ്ണൂത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച. ഒഴിവായത് വൻ ദുരന്തം. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ഫയർഫോഴ്സ്. പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന പൂർണ്ണമായും ഡിജിറ്റൽ ഇടപാട് വഴിയാക്കാൻ സമയം നീട്ടി നൽകി ബെവ്കോ. സമയം നീട്ടി നൽകിയത് 1 മാസത്തേക്ക് കൂടി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.